Welcome to Karthik's Stories. പ്രിയ പ്രണയിനി ഭാഗം 51. രചനയും അവതരണവും രഘുദാസ് കട്ടുങ്കൽ. തിങ്ങി നിറഞ്ഞ സദസ്സിന് മുന്നിലേക്ക് കയറി നിന്ന വൈശാഖിയുടെ മുഖത്ത് യാതൊരു ചാഞ്ചല്യവുമില്ലായിരുന്നു. മരിച്ചുപോയെന്ന് കരുതിയവൾ മുന്നിൽ നിൽക്കുന്നത് കണ്ട അവിശ്വസനീയത അപ്പോഴും ജനങ്ങളുടെ കണ്ണുകളിൽ നിഴലിച്ച് നിൽപ്പുണ്ടായിരുന്നു. മൈക്കിന് മുന്നിൽ നിന്നുകൊണ്ട് അവൾ പറയാൻ തുടങ്ങി. 6 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഇവിടെ നിന്നും അനന്തേട്ടന്റെ കൂടെ ഒളിച്ചോടിപ്പോയതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞങ്ങളെ അന്ന് അതിന് സഹായിച്ചത് ദേവേട്ടനായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അന്ന് രാത്രി ഞങ്ങൾ പോകുന്നത് സജീവൻ കണ്ടിരുന്നു. ആ രഹസ്യം എല്ലാവരോടും പറയുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാ അയാൾ ഗൗരിയെ വിവാഹത്തിന് സമ്മതിപ്പിച്ചത്. അവളുടെ ജീവിതം വെച്ച് അയാൾ കളിക്കുകയായിരുന്നു. ആ ഭീഷണിക്ക് വഴങ്ങി ഞങ്ങൾക്ക് അപകടമൊന്നും സംഭവിക്കാതിരിക്കാൻ ഗൗരി അയാളെ വിവാഹം കഴിച്ചെങ്കിലും ആദ്യ രാത്രിയിൽ തന്നെ അയാൾ തന്റെ തനിനിറം കാണിച്ചു. ഗൗരിയെ അയാൾക്ക് വേണ്ടായിരുന്നു. അവൾക്ക് അവകാശപ്പെട്ട ആ കാവ് അത് എഴുതി വാങ്ങാനായിരുന്നു അയാൾ ശ്രമിച്ചത്. ജനം ശ്വാസമടക്കി പിടിച്ച് കേൾക്കുകയായിരുന്നു എല്ലാം. അത് മാത്രമല്ല, തൻ്റെ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്യാൻ കാരണം സജീവനും അയാളുടെ അച്ഛൻ രാജേന്ദ്രനുമാണെന്ന് കൂടി അവളെന്നറിഞ്ഞു. ബലം പ്രയോഗിച്ചും ഉപദ്രവിച്ചും കടലാസുകളിൽ ഒപ്പിടിയിക്കാൻ നോക്കിയപ്പോൾ നിവൃത്തിയില്ലാതെ ഗൗരിക്ക് അയാളെ കയ്യിൽ കിട്ടിയ കുപ്പി കൊണ്ട് കുത്തേണ്ടി വന്നു. അതാ അന്ന് സംഭവിച്ചത്. വൈശാഖി ഒരു നിമിഷം നിർത്തി സദസ്സിലേക്കൊന്ന് നോക്കി. ആ സമയത്താ സെബാസ്റ്റ്യൻ സാറിന്റെ അനിയനായ ക്രിസ്റ്റി നാട്ടിൽ വന്നതും സജീവനുമായി സൗഹൃദത്തിലാവുന്നതും. സജീവൻ ആശുപത്രി കിടക്കുമ്പോഴാ അനന്തേട്ടനെ കൊല്ലാൻ പ്ലാൻ ചെയ്യുന്നത്. അതിനെല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് സജീവന്റെ അമ്മാവനായ ഗംഗാധരനായിരുന്നു. എന്റെ ആങ്ങളെയല്ല അനന്തേട്ടനെ കൊന്നത്, അത് സജീവനാ അനന്തേട്ടനെ കുത്തി വീഴ്ത്തിയത്. വൈശാഖിയുടെ ആ വെളിപ്പെടുത്തൽ കേട്ടതോടെ ഹാളിൽ വലിയൊരു ആരവം ഉയർന്നു. കൊറ്റങ്കാവിനെ ഞെട്ടിച്ച കൊലപാതകത്തിന്റെ ചുരുളഴിയുകയായിരുന്നു അവിടെ. അപ്പോഴാണ് മുൻനിരയിൽ നിന്നും ജയറാം വീണ്ടും എഴുന്നേറ്റത്. അയാളുടെ മുഖത്ത് പുച്ഛം നിറഞ്ഞൊരു ചിരി ഉണ്ടായിരുന്നു. 1 മിനിറ്റ്, ജയറാം ശബ്ദമുയർത്തി. ഇതൊക്കെ വെറും കെട്ടുകഥകളല്ലേ? ഇപ്പോ അനന്തനെ കൊന്ന കുറ്റത്തിന് ശിക്ഷ അനുഭവിച്ച് ജയിലിൽ കിടക്കുന്ന സ്വന്തം സഹോദരനെ രക്ഷിക്കാൻ വേണ്ടി കെട്ടിച്ചമച്ച കഥയല്ലേ ഇത്? ഇതിന് വല്ല തെളിവൊക്കെ ഉണ്ടോ? ആ ചോദ്യം അന്തരീക്ഷത്തിൽ മുഴങ്ങി നിൽക്കെ വൈശാഖിക്ക് പിന്നിൽ നിന്നും ക്രിസ്റ്റി മുന്നോട്ട് വന്നു. അവന്റെ മുഖത്ത് ശാന്തമായൊരു ചിരിയുണ്ടായിരുന്നു. ഉണ്ട് മിസ്റ്റർ ജയറാം, തെളിവുണ്ട്, ക്രിസ്റ്റി എല്ലാവരോടുമായി പറഞ്ഞു. ഞാൻ ആ ആക്രമണം നടന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നു. സജീവൻ അനന്തനെ കുത്തുന്നത് നേരിട്ട് കണ്ട സാക്ഷിയാണ് ഞാൻ. വെറുതെ കണ്ടു നിൽക്കുകയായിരുന്നില്ല. അത് എന്റെ മൊബൈലിൽ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ക്രിസ്റ്റി പോക്കറ്റിൽ നിന്നും തന്റെ ഫോൺ എടുത്ത് ഉയർത്തിക്കാട്ടി. ഈ ഫോണിലുണ്ട് ആ ദൃശ്യങ്ങൾ. അനന്തനെ സജീവൻ കുത്തുന്നതും അവർക്ക് രക്ഷപ്പെടാൻ വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തത് സദാനന്ദനായിരുന്നു എന്നതിനും വ്യക്തമായ തെളിവ് ഇതിലുണ്ട്. അതോടെ ജയറാം ഒന്ന് പരിങ്ങി. എങ്കിലും തോറ്റു കൊടുക്കാൻ അയാൾ തയ്യാറല്ലായിരുന്നു. ഓ, മൊബൈൽ വീഡിയോ, അയാൾ പരിഹാസത്തോടൊന്ന് ചിരിച്ചു. ഈ AI സാങ്കേതിക വിദ്യയുള്ള കാലത്ത് ഇത്തരം വീഡിയോ ഒക്കെ ഉണ്ടാക്കാൻ ആർക്കും പറ്റൂ ഹേ? ഇതൊക്കെ ആർക്കു വേണ്ടി കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്ന് ആർക്കറിയാം? ഈ വീഡിയോ കയ്യിലുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടത് നന്നേ പറഞ്ഞില്ല? എങ്കിൽ സ്വന്തം സഹോദരനെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കാമായിരുന്നല്ലോ. ജയറാമിന്റെ ആ സംസാരം കേട്ട് അപ്പുറത്ത് മാറി നിൽക്കുകയായിരുന്ന സെബാസ്റ്റ്യൻ സാറിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അയാൾ തന്റെ 2 കൈകളും തമ്മിൽ അമർത്തിയൊന്ന് തിരുമി. ഒന്ന് കിട്ടിയാൽ ജയറാമിനെ അടിച്ച് പരത്താനുള്ള ദേഷ്യം ആ മുഖത്ത് നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. അന്ന് എന്നെയും അനന്തേട്ടനെയും ഇല്ലാതാക്കാൻ സജീവന്റെ കൂടെ എന്റെ വീട്ടുകാരുണ്ടായിരുന്നു. ഈ പറയുന്ന ആങ്ങളെയും അന്ന് അതിന് നടന്നിരുന്നതാ. അവരെ പേടിച്ച ഞാൻ ഇത്രയും നാൾ ഒളിവിൽ കഴിഞ്ഞിരുന്നത്. തെളിവുമായി പുറത്തു വന്നാൽ എന്നെയും ഇല്ലാതാക്കാൻ അവരൊക്കെ ശ്രമിക്കുമെന്ന് ഭയമായിരുന്നു. അപ്പൊ പിന്നെ ഇപ്പോ ഈ തെളിവ് പുറത്തുവിട്ടത് എന്താ? അതിന് മറുപടി പറയും മുന്നേ വൈശാഖി ജയറാമിനെ നോക്കി ഒന്ന് ചിരിച്ചു. എന്നെ ഇല്ലാതാക്കാൻ നടന്നവരൊക്കെ ഇപ്പൊ അറസ്റ്റിലായില്ലേ? ഇനി ഞാൻ ആരെ പേടിക്കാൻ? അതുകൂടി കേട്ടതോടെ ഇനിയൊന്നും ചോദിക്കാനില്ലാത്തതുപോലെ ജയറാം നിന്നു. ദേവൻ ആ സമയം മുന്നോട്ട് വന്ന് മേശയിൽ കൈ കുത്തിക്കൊണ്ട് ജയറാമിനെ നോക്കി. ഒരു വീഡിയോ കമ്പ്യൂട്ടറിൽ നിർമ്മിച്ചതാണോ അതോ യഥാർത്ഥത്തിൽ റെക്കോർഡ് ചെയ്തതാണോ എന്ന് തിരിച്ചറിയാനുള്ള ഫോറൻസിക് സാങ്കേതിക വിദ്യയൊക്കെ പോലീസിനുണ്ട് ജയറാമേ. ദേവന്റെ ശബ്ദത്തിൽ പരിഹാസവും വെല്ലുവിളിയും ഉണ്ടായിരുന്നു. പിന്നെ ഈ വീഡിയോയിൽ കാണുന്ന സദാനന്ദനും സജീവനും
AI കൊണ്ടുണ്ടാക്കിയതാണോ അത് ഒറിജിനലാണോ എന്ന് കോടതി തീരുമാനിച്ചോളും. താൻ കിടന്ന് വിയർക്കണ്ട. ദേവന്റെ ആ മറുപടിയോടെ ജയറാമിന്റെ വായടഞ്ഞുപോയി. കൂടി നിന്ന ജനങ്ങൾ കയ്യടികളോടെ ദേവന്റെ വാക്കുകൾ എതിരേറ്റു. അതോടെ പിൻനിരയിൽ നിന്നും ഒരു മുതിർന്ന ജേർണലിസ്റ്റ് എഴുന്നേറ്റു. എടോ ജയറാമേ, മതിയടോ സദാനന്ദന് വേണ്ടി വക്കാലത്ത് പറഞ്ഞത്. ഇത്രയും തെളിവുകൾ കൺമുമ്പിൽ വന്നിട്ടും താൻ ആരെ രക്ഷിക്കാനാ ഈ നോക്കുന്നേ? മറ്റുള്ള മാധ്യമ പ്രവർത്തകർ കൂടി തനിക്കെതിരെ തിരിയുമെന്ന് മനസ്സിലായതോടെ അപമാനഭാരത്താൽ തലകുനിച്ചുകൊണ്ട് ജയറാം നിശബ്ദനായി കസേരയിലേക്ക് അമർന്നു. അയാളുടെ പതനം അവിടെ പൂർണ്ണമാവുകയായിരുന്നു. പത്രപ്രവർത്തകർ വീണ്ടും ചോദ്യങ്ങളിലേക്ക് തിരിഞ്ഞു. മുൻനിരയിലുണ്ടായിരുന്ന മറ്റൊരു ചാനൽ റിപ്പോർട്ടർ ക്രിസ്റ്റിയോട് ചോദിച്ചു, ആ വീഡിയോ അതിപ്പോ ലൈവായിട്ട് കാണിക്കാൻ സാധിക്കുമോ? കേരളം മുഴുവൻ സത്യം കാണട്ടെ. ആ ചോദ്യം കേട്ടതും ക്രിസ്റ്റി ദേവനെ നോക്കി. കാണിക്കട്ടെ എന്നൊരു ചോദ്യം ആ നോട്ടത്തിലുണ്ടായിരുന്നു. ദേവൻ ഒട്ടും മടിച്ചില്ല. അവൻ സമ്മതമെന്നോണം തലയൊന്നിളക്കി. പിന്നീട് കാര്യങ്ങൾ ദ്രുതഗതിയിലായിരുന്നു മുന്നോട്ട് നീങ്ങിയത്. ക്രിസ്റ്റി തന്റെ ഫോൺ പ്രൊജക്ടറുമായി ബന്ധിപ്പിച്ചു. ഹാളിലെ വെളുത്ത ഭിത്തിയിൽ ആ ദൃശ്യങ്ങൾ തെളിഞ്ഞു. അതോടൊപ്പം ആ ദൃശ്യങ്ങൾ ലൈവും പോയി. എറണാകുളത്തെ തിരക്കേറിയ നഗരത്തിന്റെ ഒരു വശത്ത് 6 വർഷം മുൻപ് നടന്ന ആ ക്രൂരത ഒരു സിനിമയിൽ എന്നതുപോലെ എല്ലാവരും കണ്ടു. സജീവൻ കയ്യിൽ കരുതിയിരുന്ന കത്തികൊണ്ട് അനന്തനെ കുത്തി വീഴ്ത്തുന്നതും, എന്ത് ചെയ്യണമെന്നറിയാതെ വിഷ്ണു നിൽക്കുന്നതും, ചോരയിൽ കുളിച്ച് അനന്തൻ ഓടി കായലിൽ ചാടുന്നതും, ഗൂഢാലോചനയുടെ ഭാഗമായി സദാനന്ദന്റെ കാർ അവിടെ എത്തുന്നതും, അതിൽ നിന്നും ഇറങ്ങുന്ന സദാനന്ദനും ഗംഗാധരനും സജീവനോട് സംസാരിക്കുന്നതും എല്ലാം വ്യക്തമായിരുന്നു. കേരളത്തിലെ ജനങ്ങൾ ശ്വാസം അടക്കിപ്പിടിച്ച് ടെലിവിഷൻ ചാനലുകളിലൂടെ ആ സത്യം കണ്ടു. സദാനന്ദനും സജീവനും മുഖംമൂടികളില്ലാതെ ജനമനസ്സുകളിൽ വിചാരണ ചെയ്യപ്പെടുകയായിരുന്നു. അതിനിടയിലാണ് വിശ്വന്റെ പോക്കറ്റിലെ ഫോൺ വൈബ്രേറ്റ് ചെയ്തത്. സ്ക്രീനിലെ പേര് കണ്ടതും അവന്റെ കണ്ണുകളിൽ ഒരു തിളക്കം വന്നു. മുഖ്യനാണ് വിളിക്കുന്നത്. അവൻ ദേവനോട് ആംഗ്യം കാണിച്ചുകൊണ്ട് ഫോണും എടുത്ത് ജനാലയോട് ചേർന്നുള്ള ഭാഗത്തേക്ക് അല്പം മാറി നിന്നു. അതേസമയം തന്നെ ദേവന്റെ ഫോണിലേക്കും ഒരു കോൾ വന്നു. ഡിവൈഎസ്പി രഞ്ജനായിരുന്നു അത്. വിശ്വൻ മുഖ്യമന്ത്രിയോട് അതീവ ഗൗരവത്തിൽ സംസാരിക്കുമ്പോൾ ദേവൻ രഞ്ജൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു. പത്രപ്രവർത്തകർ ആ സമയം ക്രിസ്റ്റിയോടും വൈശാഖിയോടും ചോദ്യങ്ങൾ ചോദിക്കുന്ന തിരക്കിലായിരുന്നു. ഫോൺ കട്ട് ചെയ്ത് മുഖത്തൊരു പുഞ്ചിരിയോടെ ദേവൻ വേഗത്തിൽ രശ്മിയുടെ അടുത്തേക്കെത്തി. രശ്മികെ, അവൻ ശബ്ദം താഴ്ത്തി വിളിച്ചു. അമ്മ സുരക്ഷിതയാണ്, പേടിക്കണ്ട. രഞ്ജൻ സാറിന്റെ ടീം അമ്മയെ കണ്ടെത്തിയിട്ടുണ്ട്. സദാനന്ദന്റെ ഗുണ്ടകളെ അറസ്റ്റും ചെയ്തു. അമ്മയും അച്ഛനും കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഇപ്പോൾ വീട്ടിലുണ്ട് കേട്ടോ. അത് കേട്ട നിമിഷം സന്തോഷം കൊണ്ട് രശ്മികയുടെ കണ്ണുകൾ നിറഞ്ഞു. വലിയൊരു ദുരന്തം ഒഴിഞ്ഞുപോയ ആശ്വാസത്തോടെ അവൾ നെഞ്ചിൽ കൈവച്ചു. അപ്പോഴേക്കും വിശ്വനും ഫോണിൽ സംസാരം കഴിഞ്ഞ് തിരികെ എത്തി. അവന്റെ മുഖത്ത് ആ പഴയ ആഭ്യന്തരമന്ത്രിയുടെ പ്രൗഢി തിരിച്ചു വന്നിരുന്നു. അവൻ മൈക്കിന് മുന്നിലേക്കെത്തി. ഇനി നിങ്ങൾക്ക് കൂടുതലൊന്നും ചോദിക്കാനില്ലല്ലോ. സത്യം തെളിഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഈ പത്രസമ്മേളനം ഇവിടെ വെച്ച് നിർത്താം. വിശ്വൻ എഴുന്നേൽക്കാൻ തുടങ്ങിയതും കൂട്ടത്തിൽ മുതിർന്നൊരു പത്രപ്രവർത്തകൻ വിളിച്ചു ചോദിച്ചു, ഒരു ചോദ്യം കൂടി സാർ. വിശ്വൻ അവിടെ നിന്നു. എന്താ? താങ്കൾ ഇനി തിരികെ ആഭ്യന്തരമന്ത്രിയാ വരാൻ സാധ്യതയുണ്ടോ? മുഖ്യമന്ത്രി ഇപ്പോൾ വിളിച്ചത് അതിനായിരുന്നോ? ആ ചോദ്യത്തിന് വിശ്വൻ ഒന്ന് പുഞ്ചിരിച്ചു. വളരെ നയപരമായ മറുപടിയാണ് അവൻ നൽകിയത്. അതൊക്കെ തീരുമാനിക്കുന്നത് പാർട്ടിയായിരിക്കും. എന്തായാലും നാളെ തിരുവനന്തപുരത്തേക്ക് എത്താൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ പാർട്ടി തീരുമാനിക്കും. എങ്കിൽ ഇനി നമുക്ക് പിരിയാലോ. അതുകൂടി വിശ്വൻ പറഞ്ഞതോടെ പുറത്തെ വരാന്തയിൽ നിന്നും കയ്യടികൾ മുഴങ്ങി. എല്ലാവരും എഴുന്നേറ്റു. അപ്പോഴേക്കും പുറത്ത് കവലയിൽ തടിച്ചുകൂടിയ പാർട്ടി പ്രവർത്തകർ വിശ്വന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചു തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ആഭ്യന്തരമന്ത്രി വിശ്വനാഥൻ സഖാവിന് അഭിവാദ്യങ്ങൾ. സത്യം ജയിച്ചു, ധർമ്മം ജയിച്ചു. വിശ്വനാഥൻ സഖാവിന് അഭിവാദ്യങ്ങൾ. ആ മുദ്രാവാക്യങ്ങൾ കേട്ട് പുറത്തേക്ക് ഇറങ്ങുന്നതിനിടയിൽ ദേവൻ വിശ്വന്റെ തോളിലൊന്ന് തട്ടി. കേട്ടോടാ, ജനങ്ങൾ വീണ്ടും നിന്നെ ആഭ്യന്തരമന്ത്രിയെ തിരഞ്ഞെടുത്തു കഴിഞ്ഞു. ദേവൻ പറഞ്ഞത് കേട്ട് എല്ലാവരും മനസ്സ് തുറന്നു ചിരിച്ചു. ആ ചിരിയിൽ ഒരു വലിയ പോരാട്ടം ജയിച്ചതിന്റെ സംതൃപ്തി ഉണ്ടായിരുന്നു. ബഹളങ്ങളുടെയും സംഘർഷങ്ങളുടെയും വേലിയേറ്റം ഒഴിഞ്ഞുപോയ ചേലക്കൽ വീട് ശാന്തതയുടെ തീരത്തായിരുന്നു. പത്രസമ്മേളനത്തിന് ശേഷം വിശ്വന്റെ വീട്ടിൽ ഒത്തുകൂടിയവരിൽ ഗൗരിയും വൈശാഖിയും രശ്മികയും കിച്ചുവും ദേവനും ഭാരതി ചേച്ചിയും ഒഴികെ ബാക്കിയുള്ളവരെല്ലാം പിരിഞ്ഞുപോയി. സമയം അപ്പോഴേക്കും കാലത്ത് 10 മണി കഴിഞ്ഞിരുന്നു. എല്ലാവർക്കും ദോശയും ചായയും ഉണ്ടാക്കാനുള്ള തിരക്കിലായിരുന്നു അടുക്കളയിൽ ശാരദാമ്മയും ഭാരതി ചേച്ചിയും. അവരെ സഹായിക്കാൻ ചെന്ന ഗൗരിയെയും വൈശാഖിയെയും രശ്മികയെയും അവർ പുറത്തേക്ക് തന്നെ പറഞ്ഞു വിട്ടു.
അതോടെ ഇതുവരെ നേരിട്ട് സംസാരിക്കാൻ അവസരം കിട്ടാതിരുന്ന ഗൗരിയും വൈശാഖിയും രശ്മികയെ പരിചയപ്പെടുന്ന തിരക്കിലായി. കൂട്ടത്തിൽ കിച്ചൂട്ടനെ ഒക്കത്തെടുത്തുകൊണ്ട് ഗൗരി അവനെ കളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവനപ്പോഴേക്കും ഗൗരിയോട് കൂട്ടുകൂടി തുടങ്ങിയിരുന്നു. കിച്ചുവിനെ കൊഞ്ചിക്കുന്ന ഗൗരിയെ നോക്കി ദേവൻ ഹാളിലെ സെറ്റിയിൽ നിർനിമേഷനായിരുന്നു. അവന്റെ കണ്ണുകളിൽ അപ്പോൾ നിറയെ പ്രണയമായിരുന്നു. ഒരു കുഞ്ഞിനെ വാത്സല്യത്തോടെ കൊഞ്ചിക്കുന്ന അവളെ കണ്ടപ്പോ അവന്റെ ഉള്ളിൽ ഒരു കുടുംബ ചിത്രമാണ് തെളിഞ്ഞത്. താനും ഗൗരിയും തങ്ങളുടെ കുഞ്ഞും. ഇടയ്ക്ക് എപ്പോഴോ അവന് നേരെ നോക്കിയ ഗൗരി ആ നോട്ടം ശ്രദ്ധിച്ചതും കണ്ണുകൾ ഇടുക്കി പുരികമുയർത്തി എന്താ എന്നൊരു ചോദ്യം എറിഞ്ഞു. മറുപടിയായി ദേവൻ ചുണ്ടിലൊരു കള്ളച്ചിരി ഒളിപ്പിച്ച് കണ്ണുകൾ ചിമ്മി കാണിച്ചു. അവന്റെ ചിന്തകളുടെ അർത്ഥം മനസ്സിലാക്കിയ ഗൗരിയുടെ കവളുകൾ തുടുത്തു. ആരും കാണാതെ കൈമാറുന്നൊരു പ്രണയത്തിന്റെ മധുരം അവരുടെ നോട്ടങ്ങളിൽ നിറഞ്ഞു നിന്നു. അടുക്കളയിൽ ചായ ഗ്ലാസുകളിലേക്ക് പകരുന്നതിനിടയിലാണ് വാതിൽക്കൽ ഒരു അനക്കം കേട്ട് ഭാരതി ചേച്ചിയും ശാരദാമ്മയും തിരിഞ്ഞു നോക്കിയത്. വാതിൽക്കൽ കയ്യും കെട്ടി ഗൗരവത്തോടെ നിൽക്കുന്ന വിശ്വനെ കണ്ടതും ശാരദാമ്മയ്ക്ക് കാര്യം പിടികിട്ടി. എന്താ? അവനെ നോക്കാതെ തന്നെ ദോശക്കല്ലിലേക്ക് മാവ് ഒഴിച്ചുകൊണ്ട് അവർ ചോദിച്ചു. അമ്മയിങ് വന്നേ, എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട്. വിശ്വന്റെ ശബ്ദത്തിൽ ഗൗരവമുണ്ടായിരുന്നു. എന്നാൽ അത് വകവെക്കാതെ അവർ മാവ് പരത്തിക്കൊണ്ടിരുന്നു. എടാ ചെറുക്ക, നിനക്കിപ്പോ എന്താ ചോദിക്കാനുള്ളതെന്നൊക്കെ എനിക്കറിയാം. നീ രശ്മിയെ കേട്ടുവെന്ന് ഞാൻ അവിടെ വെച്ച് വിളിച്ചു പറഞ്ഞതല്ലേ നിന്റെ പ്രശ്നം? അതെ. അതും പറഞ്ഞുകൊണ്ട് വിശ്വൻ അടുക്കളയിലേക്ക് കയറി വന്നു. അമ്മ ആരോട് ചോദിച്ചിട്ടാ അതൊക്കെ അവിടെ വെച്ച് വിളിച്ചു പറഞ്ഞത്? കേരളം മുഴുവൻ ഇപ്പൊ അതാവും സംസാരിക്കുന്നത്. സംസാരിക്കട്ടെ, അതിന് നിനക്കെന്താ? ചെറിയൊരു ചിരിയോടെ അവർ ചോദിച്ചു. ഭാരതി ചേച്ചി ഇതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും ചിരി അടക്കി പിടിച്ച് ചായക്കൂട്ടുകൾ തയ്യാറാക്കുന്നവർ ശ്രദ്ധിച്ചു. അമ്മേ! ഒരുമാതിരി കൊച്ചുപിള്ളേര് വാശി പിടിക്കുന്നത് പോലെയുള്ള വിശ്വന്റെ ആ വിളി കേട്ട് ഭാരതി ചേച്ചിക്ക് ചിരി അടക്കാനായില്ല. അവരെ കണ്ണുകൾ കൂർപ്പിച്ചെന്ന് നോക്കിയിട്ട് വിശ്വൻ അമ്മയുടെ അടുത്തേക്ക് ചെന്ന് സ്ലാബിലേക്ക് കയറിയിരുന്നു. എടാ നീ കാരണോ അയാളെ കൊച്ചിനെ പറ്റി അവിടെ വെച്ച് വേണ്ടാതിനൊക്കെ പറഞ്ഞത്? അത് മറക്കണ്ട. ഞാൻ കാരണോ? വിശ്വൻ കണ്ണു വിഴിച്ചു. എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നീയുമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ അവള് പരാതി പിൻവലിച്ചതെന്ന് അയാൾ ചോദിച്ചത് നീയും കേട്ടതല്ലേ? അതിനൊന്നുമില്ല. നിന്നെയും ചേർത്ത് അയാൾ അത്തരത്തിലൊരു കാര്യം പറഞ്ഞപ്പോ അത് കേരളത്തിലെ മുഴുവൻ ആളുകളും കേട്ടുകൊണ്ടിരിക്കുകയാ. നാളെ ആ പെൺകൊച്ചിനും പിന്നെ ആ കുഞ്ഞിനും പുറത്തിറങ്ങി നടക്കാനുള്ളതാ. അവൾക്ക് ഇനി തല ഉയർത്തിപ്പിടിച്ച് ഈ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ നീ അവളെ കെട്ടണം, അത്രേ ഉള്ളൂ. ശാരദാമ്മ ഒന്ന് നിർത്തി ഭാരതി ചേച്ചിയെ നോക്കി. ശരിയല്ലേ ഭാരതി? ചോദ്യം തന്നോടാണെന്ന് കേട്ടതും ഭാരതി ചേച്ചി എന്തു പറയണമെന്നറിയാതെ പകച്ച് രണ്ടുപേരെയും മാറി മാറി നോക്കി. വിശ്വൻ അത് വക വെക്കാതെ അമ്മയെ തന്നെ നോക്കി. അങ്ങനെ ഞാൻ രശ്മികയെ വിവാഹം കഴിച്ചാലേ അയാൾ പറഞ്ഞത് സത്യമാണെന്നല്ലേ വരൂ? ഞങ്ങൾ തമ്മിൽ നേരത്തെ എന്തോ ബന്ധമുണ്ടായിരുന്നു എന്ന് ജനം കരുതില്ലേ? അതിനല്ലേ ഇടപൊട്ട ഞാൻ കയറി പറഞ്ഞത്. ശാരദാമ്മ ദോശ ഒന്ന് തിരിച്ചിട്ടു. അവിടെ വെച്ച് നീ അയാൾക്ക് മറുപടി കൊടുത്തിരുന്നേ നിനക്ക് കുറ്റബോധം കൊണ്ടാ അവളെ ന്യായീകരിക്കുന്നത് എന്ന് ജനം പറയുമായിരുന്നു. ഇതിപ്പോ നിന്റെ അമ്മയായ ഞാനത് പറയുമ്പോ ആഹാ, ആ അമ്മയുടെ മനസ്സ് കണ്ടോ, എന്ന് നല്ല അമ്മ. അമ്മമാരായാലും ഇങ്ങനെ വേണം എന്നും പറഞ്ഞ് ജനങ്ങൾ കൈയടിക്കും, അല്ലാതെ വേറൊന്നും പറയില്ല. മനസ്സിലായോ? അത് ശാരദ ചേച്ചി പറഞ്ഞത് ശരിയാ. ഭാരതി ചേച്ചി വേഗത്തിൽ ശരിവെച്ചു. അത് മാത്രമല്ല, ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ചെന്നാ കല്ലാട്ടെ വിലാസിനെ ഒന്ന് കാണാൻ. പ്രായമായ മക്കളെ ഇങ്ങനെ അടക്കി പിടിച്ച് വെച്ചുകൊണ്ടിരിക്കാതെ അവരെ അവരുടെ ഇഷ്ടത്തിന് വിടണ്ടേ? അമ്മ ദേവന്റെ കാര്യം വിട്ടിട്ട് എന്റെ കാര്യം പറയും. അമ്മ പറഞ്ഞതൊക്കെ ശരി തന്നെ. പക്ഷെ ആ രശ്മിക്ക് എന്ത് കരുതി കാണും? ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിക്കളിക്കുന്നു എന്നല്ലേ ആ കുട്ടി കരുതൂ? ഭർത്താവ് മരിച്ചിട്ട് അധികം നാള് പോലും ആയിട്ടില്ല. അതിനിടയിലാ അമ്മയുടെ ഒരു കല്യാണാലോചന. വിശ്വന്റെ സ്വരത്തിൽ അപ്പോഴും ചെറിയൊരു ദേഷ്യം ബാക്കിയുണ്ടായിരുന്നു. അയ്യോ എന്റെ വിശ്വ, അതിന് കല്യാണമെന്നൊന്നും പറഞ്ഞേക്കല്ലേ. ഭാരതി ചേച്ചി ഇടയിൽ കയറി. അതൊരു നരകമായിരുന്നു ആ കൊച്ചിന്. അവിടെയൊന്നും രക്ഷപ്പെട്ടതിന്റെ സന്തോഷം മാത്രമേ അവൾക്കുണ്ടാകൂ. വിശ്വൻ ആ കൊച്ചിനെ കെട്ടിയാല് സത്യം പറഞ്ഞ അതിന്റെ ജീവിതം രക്ഷപ്പെടും, ഒരു കര പറ്റും. അതെ. ശാരദാമ്മ വിശ്വനെ നോക്കി കണ്ണിറുക്കി. നിനക്ക് ജനങ്ങളെ സേവിക്കാനാണല്ലോ താല്പര്യം, ഇതൊരു സേവനമാവട്ടെ. അതും പറഞ്ഞ് അവർ ഭാരതി ചേച്ചിയെ നോക്കി ചിരിച്ചിട്ട് അടുത്ത ദോശക്കുള്ള മാവ് ഒഴിച്ചു. അമ്മയോട് തർക്കിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായതോടെ വിശ്വൻ സ്ലാബിൽ നിന്നും ചാടി ഇറങ്ങി. ഇതിൽ നിന്നും എങ്ങനെ തടിയൂരുമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് അവൻ പുറത്തേക്ക് നടന്നത്. പോയോ? പിന്നിലേക്ക് നോക്കിയിട്ട് ശാരദാമ്മ ചോദിച്ചു. പോയി ആലോചനയില്ല.
പുറത്തേക്കൊന്ന് എത്തി നോക്കിയിട്ട് ഭാരതി ചേച്ചി മറുപടി കൊടുത്തു. ആലോചിക്കട്ടെ. ദൈവമായിട്ടാ ഇങ്ങനെ ഒരു അവസരം കൊണ്ടുവന്ന് തന്നത്. അല്ലാതെ ഇവനൊന്നും കെട്ടാൻ സമ്മതിക്കത്തില്ലെന്നേ. അവളൊരു നല്ല കൊച്ച. ആ കുഞ്ഞിനെ എനിക്കിഷ്ടമായി. ഇവനെ പോലൊരു മുരിക്കിന്റെ പാങ്ങിന് നിൽക്കണമെങ്കിൽ അവളെ കൊണ്ടൊക്കെ പറ്റൂ. ഹാളിലിരുന്ന് സംസാരിക്കുന്ന രശ്മികയെ നോക്കി വാതിൽക്കൽ നിന്ന് താടിക്ക് കയ്യും കൊടുത്ത് വിശ്വൻ ആലോചിക്കുമ്പോൾ അടുക്കളയിൽ അവനെ പൂട്ടാനുള്ള അടുത്ത വഴി ആലോചിക്കുകയായിരുന്നു ശാരദാമ്മ. തുടരും. പ്രിയ പ്രണയിനി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കണേ. താങ്ക്